അങ്ങനെ ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എന്നെ മാത്രം അകത്തോട്ട് വിളിച്ചപ്പോൾ അവർ പറയുന്നത് ലൈക്ക് സിറ്റുവേഷൻ ഭയങ്കര സീരിയസ് ആണെന്നും ഓൾറെഡി 2 അറ്റാക്ക് കഴിഞ്ഞിട്ടുണ്ട്, സിവിയർ ആയിട്ടുള്ള ബ്ലോക്ക് ഉണ്ട്, എത്രയും പെട്ടെന്ന് അഡ്മിറ്റ് ചെയ്യണം, ഇനി 1 മണിക്കൂറിന് പോലും അത്രയ്ക്ക് വിലയുണ്ട് എന്നുള്ള രീതിയിലാണ് അവരെന്നോട് സംസാരിച്ചത്. അത് കേട്ടപ്പോൾ എന്താ പറയുക, എനിക്ക് എന്താ റിയാക്ട് ചെയ്യേണ്ടത്, എന്താ പറയേണ്ടത് എനിക്കൊന്നും മനസ്സിലായില്ല. എന്താ ചെയ്യേണ്ടതെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാങ്കായി. എന്നിട്ട് ഡോക്ടർ എന്നോട് ചോദിച്ചു, ഇത് ഞാനായിട്ട് അച്ഛനോട് പറയണോ, അതായത് ഡോക്ടറായിട്ട് പറയണോ അതോ ഞാൻ പറയൂ എന്നുള്ളത് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എന്നെയും കൊണ്ട് പറയാൻ സാധിക്കും തോന്നുന്നില്ല, ഡോക്ടർ എന്നെ ഇങ്ങനെയൊന്നും പറയരുത്, എന്നോട് പറഞ്ഞതിന് പോലെയുള്ള അറ്റാക്ക് അത് ഇത് അങ്ങനത്തെ ടേംസ് ഒന്നും യൂസ് ചെയ്ത്, കാരണം അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് പാനിക്കാവും. അപ്പോൾ അച്ഛന് ടെൻഷൻ ഇല്ലാത്ത രീതിയിൽ ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് ഞാൻ ഡോക്ടറോട് പറഞ്ഞു. അപ്പോൾ ആന്ന് പറഞ്ഞു, ശരി കുറച്ച് സമയം എടുത്ത് തീരുമാനിച്ചോളൂ, നിങ്ങൾ ഓക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഫുൾ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പുറത്തേക്ക് ഇറങ്ങി, ആരെ വിളിക്കണം എന്ത് വിളിക്കണം എന്നൊന്നും അറിയില്ല. ഞാൻ കണ്ണൊക്കെ തുറച്ച് പുറത്തേക്ക് ഇറങ്ങി, അച്ഛന് വിളിക്കുന്നുണ്ടെന്ന് മാത്രം പറഞ്ഞു. നേരെ ഞാൻ എൻ്റെ വലിയച്ഛൻ്റെ മകനെ വിളിച്ച് പറഞ്ഞു അമ്മൻ്റെ സിസ്റ്ററുണ്ട്. അപ്പോൾ നമ്മൾ 2 പേരും ഒരു കാര്യങ്ങളുടെ സീരിയസ്നെസ് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇവർ വിളിച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് മാത്രം ചോദിച്ചു. എന്നോട് 2 പേരും പറഞ്ഞത് ഇപ്പോൾ അച്ഛനെ എങ്ങനെയെങ്കിലും വീട്ടിലോട്ട് കൊണ്ടുപോകാം, അതിന് ശേഷം നമുക്കൊരു ഇത്തിരി സമയം എടുത്തിട്ട് നമുക്ക് ആലോചിക്കാം, ഈ റിപ്പോർട്ട്സും കാര്യങ്ങളെല്ലാം 1-2 പേരും കൂടെ ചോദിക്കാം, അതിന് ശേഷം മാത്രമേ ഡിസിഷൻ എടുക്കാം എന്നുള്ളതാണ് അവർക്ക് ഫൈനലായിട്ട് തന്നൊരു ഇത്. അങ്ങനെ ഞാൻ അച്ഛനോട് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തി ഞാൻ അവിടെ കൊണ്ടുവന്നു. വരുന്ന വഴിക്കൊക്കെ അച്ഛൻ നന്നായി ചുമയ്ക്കുമ്പോൾ എനിക്ക് പേടിയായിരുന്നു. കാരണം ഞാൻ അവിടെ നിന്ന് വരുന്ന സമയത്ത് ഇല്ല ഞങ്ങളിവിടെ അഡ്മിറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഡോക്ടർ എന്നോടൊരു കാര്യമാണ് പറഞ്ഞത്, അച്ഛനെ ഞാൻ അവിടെ നിന്ന് വിടുന്നത് എൻ്റെ മാത്രം ഒരാളുടെ റിസ്കിലാണ്, കാരണം അത്രയ്ക്ക് സീരിയസ് ആണ്, ഞാനത് വിടാൻ പറയുന്നത് കൊണ്ട് മാത്രമാണ് അവർ വിടുന്നത് എന്ന് അത്രയും സീരിയസ് ആയിട്ട് എന്നോട് പറഞ്ഞതാണ്. ആ സാധനം എൻ്റെ മനസ്സിൽ വല്ലാതെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ വരുന്ന വഴിക്ക് റിപ്പോർട്ട്സും കാര്യങ്ങളും എല്ലാം ഇവർക്കൊക്കെ അയച്ചു കൊടുത്തു. പിന്നെ വീട്ടിലെത്തിയിട്ട് അമ്മയും എല്ലാവരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നേരെ വല്യച്ഛൻ്റെ വീട്ടിലോട്ട് പോകുന്നു. അവിടെ ഫുൾ ഫാമിലി ഉണ്ട്, കാരണം വല്യച്ഛൻ്റെ ഇത് കുറച്ച് ദിവസമാണല്ലോ ആയിട്ടുള്ളൂ. എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും ഇതിലും കുഴപ്പമില്ല, ചെറുതായിട്ട് എന്തോ ഒരു വേരിയേഷൻ ഉണ്ട് ECGയിൽ എന്ന് മാത്രം എല്ലാവരോടും പറഞ്ഞു. എങ്ങനെയൊക്കെയോ അങ്ങനെ പിടിച്ചു നിന്നു. അതിന് ശേഷമാണ് കല്ലേക്കാട് ഇങ്ങനെ രാജീവ് ഗാന്ധി എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ടെന്ന് ആരും പറഞ്ഞറിയുന്നത്. അവിടെ നല്ല ഡോക്ടറാണെന്നും കാര്യങ്ങളൊക്കെ കേട്ടു, എല്ലാം അന്വേഷിച്ചു. എനിക്ക് ആരോടും ഒന്നും പറയാനില്ല, ഇത് മുഴുവനായിട്ടൊരു ഇതിലാണ്. അമ്മനോടാണെങ്കിൽ 2-3 ദിവസം പോകേണ്ടി വരും ഹോസ്പിറ്റലിൽ എന്ന് മാത്രം പറഞ്ഞു. അതിനുള്ള തുണികൾ മാത്രം പാക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അന്ന് രാത്രി നേരെ പോയി മേമയുടെ മകനെയും വിളിച്ചു, അവിടേക്ക് പോകണമല്ലോ, അപ്പോൾ ഒരാളും കൂടെ വിളിച്ചു. വീട്ടിലെത്തി ഒരു 2-3 ദിവസത്തേക്കുള്ള ഡ്രസ്സ് മാത്രം എടുക്കാൻ പറഞ്ഞു. പക്ഷെ അന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല, ഭയങ്കരമായിട്ട് പേടി. കാരണം ഞാൻ പറഞ്ഞല്ലോ, അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അത് എൻ്റെ റിസ്കിലാണെന്ന് പറഞ്ഞാൽ എനിക്ക് അത് എത്രത്തോളം സീരിയസ് ആണ് എന്ന് അറിയുന്നത് കൊണ്ട് എന്നോട് ഒരുപാട് തവണ എൻ്റെ ചേച്ചിയൊക്കെ കുത്തി ചോദിച്ചപ്പോഴും ഞാനതിൻ്റെ ഒരു 10% പറഞ്ഞു തോന്നുന്നു, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും പറയാതെ എങ്ങനെ പിടിച്ചു തന്നു. പിറ്റേ ദിവസം രാവിലെ എണീറ്റപ്പോൾ പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരെ അച്ഛൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി. കുറച്ച് സമയം ഞാൻ എപ്പോഴും ഉറങ്ങി. ആ സമയം ഞാൻ നേരെ അച്ഛൻ്റെ റൂമിൻ്റെ അവിടെ പോയിട്ട് ഞാൻ വാതിലിൽ അവിടെ നിർത്തി നോക്കുകയാണ് അച്ഛൻ ശ്വാസം എടുക്കുന്നുണ്ടോ. കാരണം എനിക്ക് അത്രയ്ക്ക് പേടിയാണ് തോന്നിയത്. അവിടെ നിന്ന് ഏറ്റവും പറ്റാവുന്ന അത്ര നേരത്തെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് വെച്ചടിച്ചു. അച്ഛന് 2 ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഒരു ബ്ലോക്ക് നല്ല സിവിയർ ആയിരുന്നു, ഒരു ബ്ലോക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് അച്ഛൻ്റെ ബോഡി ഒന്ന് നോക്കിയാൽ കുറച്ച് സമയം എടുത്തു. ഇനീഷ്യലി ഇതൊക്കെ എടുത്തു, ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ. ഞങ്ങൾ റൂമൊന്നും എടുത്തിരുന്നില്ല, CCUൻ്റെ മുന്നിൽ തന്നെയായിരുന്നു ഞങ്ങളുണ്ടായിരുന്നത്. ചേച്ചിനെയും കുട്ടീനെയും എനിക്ക് സേഫാക്കി അവിടെ നിർത്തി. അങ്ങനെ അച്ഛൻ്റെ ഫസ്റ്റത്തെ എന്താ പറയുക ബ്ലോക്ക് ഒരുപാട് പേടിയായിരുന്നു, എങ്ങനെയാവും എന്താവും എന്നുള്ളത്. ബോഡി BP ഒക്കെ കുറച്ച് വേരിയേഷൻ ഉണ്ടായിരുന്നു. എല്ലാം ഓക്കെ ആയ സമയത്ത് ഫസ്റ്റ് ബ്ലോക്കിന് നമ്മൾ CCUൻ്റെ അകത്തോട്ട് 2 പേർക്കാണ് കയറാൻ പറ്റുക. വേണ്ടപ്പെട്ട 2 പേർക്ക് കയറാം. അവിടെ നമ്മളൊന്ന് കാണിക്കും, അങ്ങനെ CCUൻ്റെ അങ്ങനെ അകത്തോട്ട് കൊണ്ടുപോകും. ഈ ആൻജിയോപ്ലാസ്റ്റി ആ ഒരു ബലൂണ് ഇടുന്ന പരിപാടി ഉണ്ടല്ലോ, ആ സംഭവത്തിന്. അപ്പം ഫസ്റ്റത്തെ തവണ പോകുമ്പോൾ ഫസ്റ്റ് ബ്ലോക്കിൻ്റെ ഇത് ക്ലിയർ ചെയ്യാനായിട്ട് CCUൻ്റെ അകത്തോട്ട് ഞാനും എൻ്റെ ഒരു അമ്മയുടെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡുമാണ് പോകുന്നത്. എനിക്ക് കയ്യും കാലും വിറയ്ക്കുമായിരുന്നു, അത്രയ്ക്ക് പേടിച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് ഇതിന് പോകുന്നത്. പോയി അച്ഛനെ കണ്ടു, കുഴപ്പമൊന്നുമില്ല, അച്ഛൻ ഇത് ചെറിയൊരു ഇതാണ്. അച്ഛനിങ്ങനെ
ഒരു ഐഡിയയും കൊടുക്കുന്നില്ല. ഓരോ തവണ ഞാൻ കാണാൻ പോകുമ്പോഴും അച്ഛൻ എനിക്കിവിടെ ഇന്ന് ബോറടിക്കുന്നു, കാരണം CCനകത്ത് തന്നെയാണല്ലോ, എനിക്കിവിടെ ഒന്നും ചെയ്യാനില്ല, എനിക്ക് ബോറടിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ആൾ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ തീരെ വെച്ചാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ എൻ്റെ അമ്മനെയും ചേച്ചീനെയും കാണാനകത്തോട്ട് വിട്ടിട്ടേ ഇല്ല, കാരണം ഇവർ വിടുമ്പോൾ ഇവർ കരയുമോ, ഇവരെന്തെങ്കിലും പറയുമോ എന്നൊക്കെ എനിക്ക് ഭയങ്കര പേടിയായതാണ്. ഇവരെ വിട്ടിട്ടേ ഇല്ല അകത്തോട്ട്. ഒരു തവണ മാത്രം ചേച്ചീനെ ഞാൻ വിട്ടിട്ടുണ്ട് തോന്നുന്നു, അത്രയേ ഉള്ളൂ. വേറെ അവൾ അത്രയ്ക്ക് നിർബന്ധം പറഞ്ഞതുകൊണ്ട് അമ്മനെ ഞാൻ വിട്ടിട്ടേ ഇല്ല. അമ്മ ഭയങ്കര ഇമോഷണൽ ആവും എന്നുള്ളൊരു കാരണം കൊണ്ട്. അങ്ങനെ ഫസ്റ്റ് ബ്ലോക്കിന് വേണ്ടി കയറിയ സമയത്ത് ഫുള്ള് പുറത്ത് നിന്നിട്ട് കയ്യും കാലും മറിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അത്രയ്ക്ക് ക്രിട്ടിക്കലായ ഒരു സാധനം ക്ലിയറായി കിട്ടി. അപ്പോൾ ഉണ്ടായിരുന്ന ഒരു സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ വേറെ എന്ത് നേടിയിട്ടും ഞാൻ അത്ര സന്തോഷിച്ച് കാണില്ല. അതിൻ്റെ അകത്തുനിന്ന് ഡോക്ടർ അത്രയ്ക്കത് ഓക്കെ ആയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മറ്റേ തുള്ളിച്ചാടുമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഓടി കുക്കുവിൻ്റെ അടുത്തേക്ക് അമ്മേൻ്റെ അടുത്തേക്കും സക്സസ്സായി എന്ന് മാത്രം ഞാൻ പറഞ്ഞു. ഞങ്ങളെല്ലാവരും കരഞ്ഞു.